അമൃതേ, മോളെ അമൃതേ, എന്താണ് അമ്മയെ വിളിച്ചത്? അതെ മോളെ, ഇന്നേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര വലിയ VIP-കളാ. അപ്പം മോൾ അതിൻ്റെതായ രീതിയിൽ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് വേണം അവരൊക്കെ മുമ്പിൽ വരാൻ. അവരെന്തിനാ വന്നേന്ന് മോക്കറിയോ? എന്തിനാ അമ്മേ വന്നത്? എന്നെ കാണാനല്ലേ? അതേ മോളെ, നിന്നെ കാണാനാണ് അവർ വരുന്നത്. അപ്പം നീ നല്ല ഒരുങ്ങി സുന്ദരിയായി അവർക്ക് കണ്ട ഊർമിളാദേവിയുടെ മകളാണെന്ന് തോന്നണം. ശരി അമ്മേ, ഞാൻ നല്ല ഒരുങ്ങി വരാം. അവർക്ക് കണ്ട ഒറ്റ നോട്ടത്തിൽ തോന്നണം ഊർമിളാദേവിയുടെ മരുമകളാണ്. അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇച്ചിരി അഹങ്കാരമാണെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ വിചാരിക്കണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ വിചാരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. മോള്, ഞാൻ ഈ തരുന്ന ഡയമണ്ട് നെക്ലസ് അണിഞ്ഞ് വേണം വരാൻ അവരുടെ മുമ്പിൽ. അവർക്ക് കാണുമ്പോൾ തന്നെ തോന്നണം നീ ഊർമിളാദേവിയുടെ മരുമോളാണെന്ന്. ശരി അമ്മേ. എന്ത് നല്ല മാല! അമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്ന മാല കാണാൻ എന്ത് രസാ! ഹായ്, ഡയമണ്ട് നെക്ലസോ? അതെ ചേച്ചി, ഇന്ന് എന്നെ കാണാൻ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പം അവരുടെ മുമ്പിൽ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരണം, ഈ ആഭരണമൊക്കെ അണിഞ്ഞ് വരണം എന്ന് പറഞ്ഞ അമ്മ എനിക്ക് തന്നതാ. നിനക്ക് എന്തൊക്കെയാ കിട്ടിയ? ഡയമണ്ട് നെക്ലസ്, അത് ഇത് നിനക്ക് മേടിച്ചു തരാൻ പിന്നെ ആൾക്കാരുണ്ടല്ലോ. നീ ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ. എനിക്ക് വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ സാധനങ്ങളും എനിക്ക് ആദ്യം തന്നിട്ട് നിനക്ക് കിട്ടുള്ളായിരുന്നു. ഇപ്പം നീ ഇവിടുത്തെ മൂത്ത മരുമകളായപ്പോൾ നിനക്കായല്ല ആദ്യം കിട്ടണത്. എനിക്ക് ഒന്നും കിട്ടിയില്ല, നിനക്ക് ഇതെങ്കിലും കിട്ടിയില്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇടണമെന്ന്. അവളെൻ്റെ കള്ളക്കണ്ണീര് വീണ് കാണുമോ? ചേച്ചി വിഷമിക്കണ്ട, ചേച്ചി ഇതെടുത്തോ. ചേച്ചി ഈ മാലയൊക്കെ ഇട്ട് വന്നാൽ നല്ല സുന്ദരിയായിരിക്കും ചേച്ചീനെ കാണാൻ. എനിക്ക് ഈ മാലയൊക്കെ ഇട്ട് പണിയൊക്കെ ചെയ്യാൻ എനിക്ക് പണിയായിരിക്കും. അതുകൊണ്ട് ചേച്ചി എടുത്തോട്ടോ ഈ മാല. ഐഡിയ വലിക്കുന്നുണ്ട്. വേണ്ട മോളെ, ചേച്ചിക്ക് ഇതൊന്നും വേണ്ട മോളെ. ചേച്ചിക്ക് ഇതൊക്കെ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഇഷ്ടപ്പെടില്ല. നീയല്ലേ ഇവിടുത്തെ മൂത്ത മരുമകള്. ശരിക്കും പറഞ്ഞാൽ ഞാനാ ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് വരേണ്ടത്. ഞാനിവിടുത്തെ മൂത്ത മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയേനെ. സാരല്ല ചേച്ചി, ചേച്ചി ഇത് വെച്ചോ, ചേച്ചി ഇത് ഇട്ടോ. താങ്ക് യു ഡി. ഇല്ല ചേച്ചിക്ക് ഇത് ഞാൻ ഇട്ട് തരാം ചേച്ചി. വേണ്ട, ഞാൻ ഇത് റൂമിൽ പോയിട്ട് ഇട്ടോളാം. എന്ത് രസം ഈ മാല കാണാൻ. മരമണ്ടി അവൾക്ക് പിന്നെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് ചോദിച്ചാലും അപ്പം തന്നെ എടുത്തിരുന്നു. ഇത്തിരി സെന്റിമെന്റ് മാത്രം കാണിച്ചത്. മരമണ്ടി. എടി എന്താടി? എന്തിനെ ഉറുമിളയുടെ പൊങ്ങച്ച് വരിക്കും മൊത്തം? എടി പൊട്ടിക്കാളി, ഒന്നും മിണ്ടാതെ ഇരിയടി. അവരെ വീട്ടിൽ കയറി വന്നിട്ട് അവരെ കുറ്റം പറയണം. മിണ്ടാതെ ഇരിയടി. നിങ്ങളൊക്കെ വന്നാ? ഇതെപ്പോ എത്തി? ഞങ്ങളതേ ഇപ്പം എത്തിയുള്ളൂ ഉറുമിളെ. അവിടെ കയറി ഇരിക്കും രണ്ടുപേരും. കല്യാണം പെട്ടെന്നായതുകൊണ്ട് നിങ്ങളെയൊന്നും കല്യാണത്തിന് വിളിക്കാൻ പറ്റില്ല. നിങ്ങളൊന്നും എൻ്റെ മരുമോളെ കണ്ടിട്ടില്ലല്ലോ. അവള് ഭയങ്കര സുന്ദരിയാ. നിങ്ങളെ കണ്ടു നോക്ക്, അപ്പം അറിയാം. അവളുടെ ആ ഒരു ലുക്കും സ്റ്റൈലും ഒക്കെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അത് പിന്നെ ഉറപ്പല്ലേ ഊർമിളയെ. ഊർമിളയുടെ സെലക്ഷൻ തെറ്റുവോ? ആട്ടെ, ഊർമിളയുടെ മരുമോളെന്തേ? വിളിക്കാവളിങ്ങ. വന്നല്ലോ. മോളെ അമൃതേ, ഇങ്ങോട്ടേക്ക് വാ. ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് വന്നപ്പോ ഊർമിളാദേവിയുടെ മരുമോള് ഭയങ്കര സുന്ദരിയായി. എന്താ പറയാ, ആ ഒരു പ്രൗഢിയും ആ ഒരു എടുപ്പും ഒക്കെ ഊർമിളാദേവിന്റെ ആ ഒരു സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട്. അതെ, ഒന്നും പറയാനില്ല. ഊർമിളാദേവിന്റെ സെലക്ഷൻ അത് നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ സെലക്ഷൻ അങ്ങനെ തെറ്റില്ല. എൻ്റെ സെലക്ഷൻ സൂപ്പറായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. ഇത് ഞങ്ങളുടെ അർജുൻ്റെ ഭാര്യ അമൃത. മറ്റേത് വർഷ ഇളയാൾ അഭിഷേകിന്റെ ഭാര്യ. എന്താ ഊർമിളെ, ഞങ്ങൾ വിചാരിച്ചത് ഊർമിളയുടെ മരുമകള് ഭയങ്കര സെറ്റപ്പിലൊക്കെ വരുള്ളൂ എന്നാ. ഇതെന്ത് പറ്റി? ഊർമിളയുടെ മരുമകളെ കാതിലും കഴുത്തിലും ഒന്നും ഇല്ലാതെ വന്നേക്കണത്. അതെ, ഊർമിളേന്റെ മരുമകളെ നോക്കി ഒരുമാതിരി കുപ്പത്തൊട്ടിന്ന് എടുത്തോണ്ട് വന്ന പോലെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചതേ എന്താ മറ്റേതാണ് ഊർമിളയുടെ മരുമകളെന്ന. ഇളയ മരുമകൾ നല്ല ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് സൂപ്പറായിട്ടാണല്ലോ വന്നേക്കണത്. ഊർമിളയുടെ മരുമകൾ ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എവിടെ ഒന്നും കാണാനില്ലല്ലോ. ഊർമിളക്ക് എന്താ ഊർമിള ഒരു ഡയമണ്ട് നെക്ലസ് മേടിച്ചു കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലേ? മതി, നിങ്ങൾക്കൊന്നും നിർത്തിക്കൂടെ? എന്തിനാ ഒരു കുടുംബത്തിലെ കലഹം ഉണ്ടാക്കണത്? ആരിട്ടാലും എന്താ, ഇവിടത്തെ മരുമക്കള് തന്നെയല്ലേ ഇട്ടേക്കണത്.
നിങ്ങൾക്ക് ഇപ്പൊ ഇളയ മരുമകളിട്ടാലും മൂത്ത മരുമകളിട്ടാലും എന്താ പ്രശ്നം? ഐഡിയ ഏക്കണുണ്ട്. ഇവക്കിന്ന് പണി ഉറപ്പാ. നിങ്ങളൊന്ന് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാതെ പോകൂ. അവൾക്ക് ഇഷ്ടമായോണ്ട് അവൾ ഇട്ട്, ഇവക്ക് ഇഷ്ടമില്ലാത്തോണ്ട് ഇവൾ ഇട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞങ്ങള് പോകുക. അല്ലെങ്കിലും ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. പക്ഷെ എന്നാലും ഊർമിളാദേവിന്റെ മരുമകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്തിരി പ്രതീക്ഷിച്ചു. അത് കാണാനെ കൊണ്ട് പറഞ്ഞതാണ്. ഇത്രേ ഉള്ളൂ. ഞങ്ങള് പോവുക. വാടി, നമുക്ക് പോവാം. അമൃതേ, ഇത് ഞാൻ നിനക്ക് തന്ന മാലയല്ലേ? നിന്നോട് ഞാൻ അവര് വരുമ്പിട്ടുണ്ടോ എന്നു പറഞ്ഞ മാല നീ എന്തിനാ അവക്ക് കൊടുത്തത്? അതേ ചെറിയമ്മയോട് ഞാൻ പറഞ്ഞതാ എനിക്ക് ഈ മാല വേണ്ട, ചെറിയമ്മക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് തന്നെ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എനിക്ക് അവൾക്ക് ഭാരമാണ് ഇത് ഇടാനെന്ന് അവള് പറഞ്ഞു. നീ അധികം മിണ്ടണ്ട വർഷേ. നിന്റെ കുരുട്ട് ബുദ്ധി അതിന്റെ പിന്നിലെന്ന് എനിക്കറിയാം. നീ അധികം മിണ്ടണ്ട. അതെന്താ ഊർമിള നീ ഇങ്ങനെ പറയണേ? അവക്ക് ഇഷ്ടമില്ലാത്തോണ്ട് അവള് ഇവക്ക് കൊടുത്ത്. അതിപ്പോ അവളിട്ടാലും ഇവളിട്ടാലും ഒരേപോലെ തന്നെയല്ലേ? അല്ല, ഞാനിത് എൻ്റെ മരുമകൾക്ക് മേടിച്ചു കൊടുത്തതാ. എൻ്റെ കൂട്ടുകാരികൾ വരുമ്പോഴത്തേനും അവരുടെ മുമ്പിൽ അവള് ഭയങ്കര ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മരുമകൾക്ക് മേടിച്ചു കൊടുത്ത സാധനമാണ് ഇപ്പോൾ വർഷിട്ടേക്കണത്. അതെനിക്കിഷ്ടമല്ല. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. എന്ത് ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്ന്? ഞാൻ ക്ഷമിക്കില്ല. നീ ഇന്ന് എന്നോട് മിണ്ടണ്ട. നീ എന്നെ അവരെയൊക്കെ മുമ്പിൽ നാണം കെടുത്തി. നീ കാണിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നണുണ്ടോ? വല്യമ്മ, ഞാൻ മനപ്പുറം എൻ്റെ അമ്മേനെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യോ? അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടണം? പോട്ടെ മോളെ, സാരില്ല.